അനോ നമ്മളോടുള്ളേ ഇവിടെ കേരള മക്കളെ നമ്മളുള്ളത് കേരള കുണ്ടിലാട്ടോ. പ്രതീക്ഷിക്കാത്തൊരു വരെ വന്നാണ്. അപ്പൊ ഇവിടെ എന്തായാലും വന്നിട്ട് ആദ്യമായിട്ട് എങ്ങനെയുള്ളത് നമുക്കൊന്ന് പോയാട്ടോ. ഓക്കെ, കേറുന്ന സ്ഥലട്ടോ. അടിയിൽ കൂടെ സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് പോയാണ് ഇറങ്ങുക. ഇവിടെ ഒരു മരത്തിനത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വണ്ടിയായിട്ട് ഇപ്പോൾ വരാനായിട്ടുള്ളൂ, ജീപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തോ കുപ്പിയിലൊക്കെ ഇങ്ങനെ രസമായിട്ട് വെച്ചിരുന്നു. വെറും 20 രൂപ കേട്ടോ ടിക്കറ്റ്. 20 രൂപക്ക് ടിക്കറ്റ് എടുത്താൽ ഇപ്പോൾ വെള്ളവും ഉണ്ട്. നല്ല ചെടി വെച്ചിട്ടോ, നല്ല രസമുണ്ട് ഗാർഡൻ ചെയ്തത്. പാലം. ഇപ്പൊ കേരള കുണ്ടിലേക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. അനു ഇതുവരെ കേരള കുണ്ടിക്ക് വന്നാണോ? ഒന്നാണല്ലേ. ഇവിടെ ഇരിക്കണ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ കണ്ടിരിക്കണമെന്നല്ലാതെ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഇല്ല. ഇങ്ങോട്ട് കുറെ സ്റ്റെപ്പ് കയറിക്കണം. ഇവിടെ നിന്നാണ് മറ്റേ ചങ്ങായി ഫുട്ബോൾ അടിച്ചുകാണ്ട് വൈറലായ സ്ഥലം ഇതാട്ടോ. മില്യൺസ് കയറിയ സ്ഥലമാണിത്. നല്ല രസമല്ലേ? കുറച്ച് ഫാമിലി ആയിട്ടൊക്കെ മേലാറ്റൂർക്ക് വരുമ്പോൾ പോലെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. അനുവിൻ്റെ വരുമ്പോൾ കൊണ്ടുവരണം പോലൊക്കെ. എന്താ രസം. ഓരോരോ വലിയ വലിയ കുണ്ടാട്ടൊക്കെ വെള്ളം 3 കുണ്ടായതാണ്. കണ്ട ഇവിടെ വേറെ കുണ്ട്. വെള്ളം 3 എത്ര കാലം വെള്ളം 3 ആക്കിയാലും ഇങ്ങനെ കുണ്ടായിട്ടുണ്ടാവുക അല്ലേ? ഇവിടെയൊക്കെ പെട്ടെന്നൊരു കുണ്ട്. അവിടെ കണ്ടോ? അവിടെ നല്ല രീതി വന്നാൽ പെട്ടെന്നൊരു കുണ്ട്. ഇതാണ് ഈ വാട്ടർ ഫാൾസിലൊന്നും അറിയാത്തോലെ ഇറങ്ങരുത് എന്ന് പറയുന്നത്. ഇമ്മൊരു ഡേഞ്ചറസ് സ്ഥലമാണ്. ഇവിടെ പ്രധാന നമ്മൾ താഴത്തേക്ക് പോയേക്കല്ലേ. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. അവിടെയൊക്കെ കുണ്ടാണ്. നല്ല സ്റ്റെപ്പ് കേട്ടോ. മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ നല്ല വൈബായിക്കറ, നല്ല രസമായിക്കറ കേട്ടോ. മഴക്കാലത്ത് പ്രതീക്ഷിക്കാതെ വന്നാട്ടെ, പ്രതീക്ഷിക്കാതെ. പാലം. ഓ വലിയൊരു കുണ്ടോ, വലിയൊരു കുണ്ട്. ഞാൻ അവിടുന്ന് കാണിച്ചു തരേ. പ്ലാസ്റ്റിക് നിരോധിത മേഖല എല്ലായിടത്തും എഴുതിട്ടാണ്. പക്ഷെ പ്ലാസ്റ്റിക് ഒന്നും കാണാനില്ല കേട്ടോ. വലിയ സന്തോഷം ആ കാര്യത്തിൽ എനിക്ക്. ആരും എവിടെയും പ്ലാസ്റ്റിക് ഇടരുത്. ഇപ്പൊ ഈ റീൽസ് ഒക്കെ തുറന്നാൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പ്ലാസ്റ്റിക് ഓരോ സ്ഥലം ഇങ്ങനെ വൃത്തിയാക്കൂ, ഒരു ലൈക്ക് അടിച്ചാൽ, ഒരു ഷെയർ ചെയ്താല്, ഒരു ചാക്ക് വെച്ച് കളക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. നമ്മൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് അത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ, അങ്ങനത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശേഖരിക്കും. അത് നമ്മളെ നാട് എല്ലാവരും വിചാരിച്ചാല് എല്ലാ പാർട്ടിക്കാരും പല കാര്യങ്ങളില് പല പല പാർട്ടിന്റെ വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണേ, അതേപോലെ എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ചുകാണ്ട് ഒരു ദിവസം കേരളമാണ് വൃത്തിയാക്കാന്ന് വിചാരിച്ചാൽ തീരുന്ന പ്രശ്നം നമ്മളെ നാട്ടിലുള്ളൂ കേട്ടോ. BJP-കാരായിക്കോട്ടെ, മുസ്ലിം ലീഗുകാരായിക്കോട്ടെ, LDF-കാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, എല്ലാവരും കൂടിയാണ്ട് അവനാന്റെ നാടും പരിസരവും ഒറ്റ ഒരു ദിവസം അതിനായിട്ട് വെച്ചുകാണൊന്ന് ക്ലീനാക്കാൻ നിൽക്കുകയാണെങ്കിൽ, എല്ലാവരും കൂടി കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഏർപ്പെട്ടാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു 3-4 ദിവസം കൊണ്ടെങ്കിലും മാക്സിമം നമ്മൾ കേരളം വൃത്തിയാക്കി നമ്മളോട് കഴിയും മാക്സിമം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും മുന്നിട്ടാണ് ചെയ്താൽ നമ്മളെല്ലാവരും മാതൃക വയ്ക്കണം. അത് അനു പോയി ഇന്നിട്ടാണ് അനു പോയി അവിടെ എത്തിട്ടോ. നല്ല ഒരു മരങ്ങൾ ഇതാ ഈ പോണ വഴിയിലൊക്കെ നല്ല വരുമ്പോ നല്ല മരങ്ങൾ ഉണ്ട് കേട്ടോ. വലിയ മരങ്ങൾ ഏരിയയിലുള്ള. ഓ നല്ല ക്ലിയർ വെള്ളം കേട്ടോ. ഓ ഏതാ വെള്ളം. ഓ ഒരു മുണ്ടൊക്കെ എടുത്ത് വന്നിങ്ങനെ എന്തായാലും കുളിച്ച് ഞാൻ വരുന്നു. ഊതിയായി പോയി കണ്ടപ്പോ. ഇവിടുന്നാണ് ആ ഫുട്ബോൾ ഇട്ട് അടിച്ച് അവിടെ 2-3 തട്ടിക്കാണ് ഇങ്ങനെ മുകണു തോന്നുന്നുണ്ട്. ഫുട്ബോൾ ഇട്ട് അടിച്ചാണ്ടേ ആ സ്ഥലം തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാരും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മള് വ്ളോഗ് നിർത്തിയിട്ട് എല്ലാരും എന്നോട് നാട്ടിലെത്തിയപ്പോ പറഞ്ഞേ ഇസാൻ എന്റെ വ്ളോഗ് കാണാനില്ലല്ലോ.
ഞാൻ കുറച്ച് തിരക്കിലായി പോയി, കടയിലും കാര്യമൊക്കെ കുറച്ച് തിരക്കിലായി പോയി. പിന്നെ പ്രത്യേകിച്ച് ഓർക്കും പോവാതെ ഞാൻ എന്ത് വ്ളോഗ് എടുക്കാനോ, ഞാൻ ഒരിക്കലും നിർത്തിയിട്ടില്ല. ഇതൊരു തൊഴിലല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും ചെയ്യണമെന്നുള്ളൂ, അത്രേ ഉള്ളൂ. വ്ളോഗ് എന്തായാലും വരും ഇൻഷാ അള്ളാ. ഇന്ന് കല്യാണമൊക്കെ വരുന്നുണ്ട്, അതിന്റെ വ്ളോഗൊക്കെ വരും. ചിലപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞിട്ടേക്ക് കേട്ടോ ഞാൻ അത് അപ്ലോഡ് ചെയ്യുക, അതൊന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ട് ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല. അപ്പൊ അതൊക്കെ ആദ്യം വരിക. ഓക്കെ, നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോകുന്നുണ്ടോ, താഴോട്ടേക്ക്. ഇപ്പൊ മക്കളെ നമ്മള് താഴത്ത് എത്തിക്കണം കേട്ടോ. മേലിന് അനു അത് മേലെ നിക്കണ അനു ഈ കയറ് പിടിച്ച ഇങ്ങനെ ഇറങ്ങി കേട്ടോ. എനിക്ക് കുളിക്കാൻ നല്ല മൂടുണ്ട്, പക്ഷെ മുണ്ടൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല. വെള്ളം നോക്കുകയാണെങ്കിൽ എന്താ ക്ലിയർ വെള്ളം എന്നറിയോ. പിന്നെ ഒരു സായിപ്പുണ്ട് കേട്ടോ, ഒരു മദാനുണ്ട് ഇവിടെ, അതിന്റെ ഒരു കുട്ടിയുണ്ട്. ഞാൻ ഇറങ്ങിയാലോ എനിക്ക് നല്ലൊരു താല്പര്യമുണ്ട്. നോക്കട്ടെ, ഞാൻ ആദ്യം അപ്പുറത്ത് ഒന്ന് കടന്നാട്ടെ. നമ്മളിതിന്റെ മേലെ കയറാൻ പോട്ടോ, നല്ല രസമുണ്ട്. ആ മൂലക്ക് കയറി കട അവിടെ കടാ ചങ്ങായി പന്തിട്ട് അടിച്ചത് അവിടെ കണ്ട് തട്ടി. അതാണ് മില്യൺസ് കയറിയ വ്യൂസ് അതേന് കേട്ടോ. മേലിനൊക്കെ കപ്പിൾസ് കയറുന്നുണ്ട്. അനു അനു വരുന്നില്ല കേട്ടോ, അതിന് പേടി. അതാണ്ട് എന്റെ സായിപ്പ് നിക്കണം. ഇറങ്ങിയാലോ നല്ല മൂട് കൂടി. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളെ ഞാൻ പോവാണ് ഇവിടുന്ന്. എന്താ ഡ്രസ്സൊക്കെ പോവാണ് ഗൈസ്. കഴിഞ്ഞ പോട്ടെ.